My dear friends, let me ask you something very simple. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് വളരെ ലളിതമായ ഒരു കാര്യം ചോദിക്കുന്നു. Are Narendra Modi and Pinarayi Vijayan really different? ശരിക്കും നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? They're two faces of the same coin. അവർ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. One side Modi face, another side is Pinarayi's face. ഒരു നാണയം എടുത്തു നോക്കിയാൽ അത് ഒരു വശത്ത് മോദിയുടെ മുഖവും മറ്റു വശത്ത് പിണറായി വിജയന്റെ മുഖവുമാണ്. Kerala is not just facing a governance failure, it is facing a financial collapse. കേരളം ഇന്ന് നേരിടുന്നത് വെറും ഒരു ഭരണപരാജയം മാത്രമല്ല, ഒരു വലിയ സാമ്പത്തിക തകർച്ചയാണ് കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. Today in Kerala, debt is exploding. The revenue deficit is permanent. Welfare payments are delayed. ഇന്ന് കേരളത്തിൽ കടം കൂടി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വരുമാന കമ്മി സ്ഥിരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ ക്ഷേമ പദ്ധതികൾക്ക് നൽകേണ്ട തുക അത് കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. Development has stalled. ഇവിടെ വികസനം ഒരു സ്തംഭനാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. Who is responsible for this? ഇതിന് ഉത്തരവാദി ആരാണ്? The finance minister of Kerala, the MLA of Kotarkara. Here, he is from here, no? ഇതിന് ഉത്തരവാദി ആരാണ്? കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടാരക്കരയുടെ MLA ആണ് ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദി. Why he has not given many schemes to this area, being a finance minister? ധനകാര്യമന്ത്രിയായിട്ട് എന്തുകൊണ്ടാണ് ഈ പ്രദേശത്തിന് വേണ്ടി കാര്യമായ പദ്ധതികളൊന്നും അദ്ദേഹം ഇതുവരെ നടപ്പിലാക്കാഞ്ഞത്? He has turned the finance department into a borrowing machine. നമ്മുടെ കേരളത്തിന്റെ ധനകാര്യ വകുപ്പിനെ അദ്ദേഹം ഒരു കടമെടുക്കുന്ന യന്ത്രമാക്കി മാറ്റിയിരിക്കുകയാണ്. He has no road map, no fiscal discipline, no vision. Budgets in Kerala are no longer financial plan. They are political speeches. അദ്ദേഹത്തിന് മുമ്പോട്ട് പോകാനുള്ള ഒരു ദർശനമില്ല, എങ്ങനെ പോകണം എന്നതിനെ കുറിച്ച് ഒരു ധാരണയില്ല, മുമ്പോട്ട് പോകാനുള്ള വഴിയെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല, സാമ്പത്തിക അച്ചടക്കമില്ല. കേരളത്തിലെ ബജറ്റ് പ്രസംഗങ്ങൾ ശരിക്കും സാമ്പത്തിക പദ്ധതികളല്ല, മറിച്ച് വെറും രാഷ്ട്രീയ പ്രസംഗങ്ങളായി മാറിയിരിക്കുകയാണ്. What is worse is that at a time when the most vulnerable need support, this government has cut nearly 600 crore SC/ST tribal welfare budget. അതെന്താണെന്ന് ഏറ്റവും വിഷമമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകേണ്ട സമയം ഈ സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന ആളുകളുടെ 600 കോടി രൂപ വരുന്ന വിഹിതമാണ് ഈ ഗവൺമെന്റ് ഇല്ലാതാക്കിയത്. Is this social justice? ഇതാണോ സാമൂഹ്യനീതി? Is this the left ideology they claim? ഇതാണോ അവർ പറയുന്ന ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്? They talk of poor. Why you have cut 600 crores from SC/ST budget? അവര് പാവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് അവര് SC/SC ബഡ്ജറ്റിൽ നിന്ന് 600 കോടി രൂപ എടുത്തു മാറ്റിയത്?